ഉദ്ഘാടകയായ CPM കേന്ദ്ര കമ്മിറ്റി അംഗം എത്താൻ വൈകിയതിനെ തുടർന്ന് ജി സുധാകരൻ ആലപ്പുഴയിലെ പൊതുപരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ വാർത്ത 2 ദിവസം മുന്നേ നാം കേട്ടു. CPIM നേതാവായിരുന്ന വാര്യരുടെ 11ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് ആ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. സുധാകരൻ വളരെ കൃത്യസമയത്ത് തന്നെ എത്തി എങ്കിലും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, CPIM കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാത, CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ എന്നിവരടക്കമുള്ള അതിഥികൾ സമയത്ത് എത്തിയില്ല. അരമണിക്കൂറോളം കാത്തിരിപ്പിന് ശേഷം സുധാകരൻ ഓഡിറ്റോറിയം വിട്ടു. സംഭവം വിവാദമായപ്പോൾ താൻ പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല എന്നും മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് പോയതെന്നും ഒക്കെ സുധാകരൻ പിന്നീട് പറഞ്ഞു. എന്നാലും ഒന്നും അങ്ങ് ദഹിക്കുന്നില്ലായിരുന്നു. മൊത്തത്തിൽ ഒരു കുഴമ്പു പരുവമായിരുന്നു മൊത്തം. ഇത് മൊത്തത്തിൽ കിടന്നിങ്ങനെ കുഴഞ്ഞു മറിയുന്ന സമയത്ത് തൊട്ടു പിന്നാലെ പാർട്ടിക്കെതിരെ അതീവ ഗൗരവകരമായ വെളിപ്പെടുത്തലുകളുമായി വീണ്ടും ജി സുധാകരൻ എത്തി. പിണറായി ബന്ധം തള്ളിയാണ് സുധാകരൻ എത്തിയത്. തനിക്ക് പിണറായിയുമായി പഴയ പോലുള്ള മാനസിക അടുപ്പം ഇല്ല എന്ന് പറഞ്ഞ ജി സുധാകരൻ VS അച്യുതാനന്ദനപ്പുറം ഇന്നും തനിക്കൊരു നേതാവില്ല എന്നും പറഞ്ഞു. അതേ സമയത്ത് തന്നെ അതിന്റെ കൂടെ തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. ഇടതു കേന്ദ്രങ്ങളെയും പിണറായി വിജയനെയും ഇടതു ഭരണത്തെയും ഒക്കെ തള്ളി മോദിയെ വാനോളം പുകഴ്ത്തി പറഞ്ഞ സുധാകരനെയും നാം കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതിനൊപ്പം വെള്ളാപ്പള്ളി നടേശനും ജി സുധാകരനും തമ്മിലുള്ള ആത്മബന്ധം കൂടി നാം കൂട്ടി വായിക്കണം. വെള്ളാപ്പള്ളി പിണറായിക്കെതിരെ തിരിഞ്ഞ അതേ സമയത്താണ് സുധാകരന്റെ ഈ വെളിപ്പെടുത്തലുകൾ എന്നത് അടിവരയിട്ട് നാം പറയണം. എല്ലാം തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. പാർട്ടിയിലെ പടലപ്പിടക്കങ്ങളാകാം മോദി വാഴ്ത്തുപാടുകൾക്ക് ജി സുധാകരനെ പ്രേരിപ്പിച്ചത് എന്ന് പറയാം. പാർട്ടിയിൽ ബൂർഷ്വാ പ്രവണതയും പൊളിറ്റിക്കൽ ക്രിമിനലിസവും വർദ്ധിച്ചു എന്നും ഇപ്പോൾ ഉണ്ടായ തിരിച്ചടി പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും പ്രയാസമുണ്ടാക്കുന്നതാണെന്നും പറഞ്ഞതിനൊപ്പം തന്നെ BJPക്ക് കേരളത്തിലുണ്ടായ വളർച്ചയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. അതിൽ നിന്നും പലതും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ആരാണ് ജി സുധാകരൻ? എന്തുകൊണ്ടാണ് ജി സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന കറകളഞ്ഞ ഒരു ഇടത് നേതാവിന് പോലും പാർട്ടിയെ തള്ളിപ്പറയേണ്ട അവസ്ഥ വരുന്നത്? അല്ലെങ്കിൽ പാർട്ടിയുടെ പോരായ്മകളെ കുറിച്ച് അക്കമിട്ട് നിരത്തി പറയേണ്ടി വരുന്നത്? പാർട്ടിയുടെ കാരണഭൂതനടക്കം തള്ളിപ്പറയേണ്ടി വരുന്നത്? എല്ലാം പിണറായി ഭരണമികവ് എന്നല്ലാതെ വേറെന്തു പറയാൻ? അത് തന്നെ പറയേണ്ടി വരും. കേരളത്തിലെ പ്രമുഖ CPIM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലെത്തിയ അദ്ദേഹം ആലപ്പുഴക്കാർക്ക് വേണ്ടി ഒട്ടേറെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. പന്തളം NSS കോളേജിൽ വെച്ച് KSU ആക്രമണത്തിൽ കൊല്ലപ്പെട്ട SFI നേതാവ് G ഭുവനേശ്വരൻ അദ്ദേഹത്തിന്റെ അനുജനായിരുന്നു. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും അദ്ദേഹം ആ ഇടതുപക്ഷം എന്ന ആ ഒരു നേതൃനിരയിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു നേതാവ് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തികളെ ഇപ്പോൾ തള്ളി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷം എന്ന പാർട്ടിയുടെ അധപ്പതനം എത്രത്തോളമായി എന്നത്. ജി സുധാകരനെ പോലുള്ള കറകളഞ്ഞ സഖാക്കൾ വരെ ഇടതിനെതിരെ നിരക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഓർക്കണം ഇടതെന്ന പാർട്ടിയുടെ പതനത്തെ.